2001 സെപ്റ്റംബർ 11 മൈക്കിൾ ഹിങ്സൺ 78-ാം നിലയിലെ തൻ്റെ ഓഫീസിലായിരുന്നു. അന്നത്തെ ജോലിക്കായി തയ്യാറെടുക്കുന്ന അയാളുടെ ഡെസ്കിൻ്റെ അടിയിൽ ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്നു അയാളുടെ ഡോഗ് റൊസേൽ. അദ്ദേഹം പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നു. ആ സ്ഫോടനത്തിൽ ആ കെട്ടിടം നിന്ന് വിറങ്ങലിച്ചു. തുടർന്ന് അത് നീങ്ങുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഹിങ്സന്റെ സഹപ്രവർത്തകനായ ഡേവിഡ് ഫ്രാങ്ക് ഓഫീസ് ജനലിലൂടെ തീയും കനത്ത പുകയും കണ്ടു. ഗ്ലാസിന് മുന്നിലൂടെ അവശിഷ്ടങ്ങൾ മഴ പോലെ വീണു. അതോടെ ഫ്രാങ്ക് കൂടുതൽ ഭീതിയിലായി. നമ്മൾ ഉടൻ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് ഫ്രാങ്ക് വിളിച്ചു പറഞ്ഞു. മൈക്കിൾ, നിനക്ക് മനസ്സിലാകില്ല, നിനക്ക് അത് കാണാൻ കഴിയില്ല. ഫ്രാങ്ക് പറഞ്ഞത് ശരിയായിരുന്നു. എല്ലാത്തിനുമുപരി ഹിങ്സൺ ജന്മന അന്ധനായിരുന്നു. അപ്പോൾ പരിചിതമായ ഒരു ഗന്ധം അയാളുടെ നാസദ്വാരങ്ങളിലേക്ക് വന്ന് പതിച്ചു. അത് അയാൾ തിരിച്ചറിഞ്ഞു. ജെറ്റ് ഫ്യൂവൽ. വെൽക്കം ബാക്ക് ടു ജെറ്റ് സ്റ്റോറീസ്. മൈക്കിൾ ഹിങ്സൺ ക്വാണ്ടം കോർപ്പറേഷൻ്റെ വേൾഡ് ട്രേഡ് സെൻ്ററിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂയോർക്ക് ഓഫീസിൻ്റെ പ്രധാനിയായിരുന്നു. അയാളുടെ ഗൈഡനായ റൊസേൽ തൻ്റെ മാസ്റ്ററുടെ മേശയ്ക്ക് കീഴിൽ എടുത്തുകൊണ്ടിരുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ മഞ്ഞ ലാബ്രഡോർ റിട്രീവർ ഭയത്തിൻ്റെ യാതൊരു പ്രതികരണവും കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഓഫീസ് ശാന്തമായി ഒഴിഞ്ഞു പോകാൻ സമയമുണ്ടെന്ന് ഹിങ്സൺ വിശ്വസിച്ചു. ഹിങ്സന് കെട്ടിടത്തിൻ്റെ ഫയർ ഇവാക്വേഷൻ നടപടികളെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. ക്വാണ്ടം കോർപ്പറേഷൻ്റെ പ്രാദേശിക നേതാവായതുകൊണ്ട് മാത്രമല്ല, സൈൻ ബോർഡുകളെ ആശ്രയിക്കാനാകാത്ത കാഴ്ചവൈകല്യമുള്ള വ്യക്തിയായതിനാൽ ഈ അറിവ് അദ്ദേഹത്തിന് പ്രധാനമായിരുന്നു. ഭാര്യയെ വിളിച്ച് സ്ഫോടനത്തെ തുടർന്ന് ഓഫീസ് ഒഴിയേണ്ടി വരുമെന്ന് അറിയിച്ചതിന് ശേഷം ഹിങ്സൺ ശാന്തമായി ഫ്രാങ്കിനോട് ജീവനക്കാരെ ലിഫ്റ്റുകളിലേക്കല്ല പടികളിലേക്കാണ് നയിക്കേണ്ടത് എന്ന് പറഞ്ഞു. 78-ാം നിലയിൽ നിന്ന് അവർക്ക് താഴെ എത്തണമെങ്കിൽ 1460 അധികം പടികൾ ഇറങ്ങാനുണ്ടായിരുന്നു. അവർ താഴേക്കുള്ള യാത്ര തുടങ്ങി. അവരുടെ അരികിൽ കൂടി മുകളിലേക്ക് തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പടികൾ കയറി കടന്നു പോകുമ്പോൾ പലരും ശാന്ത സ്വഭാവമുള്ള റൊസൈലിൻ്റെ തലയിൽ സ്നേഹത്തോടെ ഒന്ന് തട്ടിക്കൊടുത്തു. ദൗർഭാഗ്യവശാൽ അത് ആ സേനാ അംഗങ്ങളിൽ പലരുടെയും അവസാന സന്തോഷ നിമിഷങ്ങളിലൊന്നായിരുന്നിരിക്കാം. 50-ാം നിലയ്ക്കടുത്തെത്തുമ്പോൾ ഹിങ്സന്റെ സംഘത്തിൽ വീണ്ടും ഭീതിയുണ്ടായി. ഫ്രാങ്ക് പരിഭ്രാന്തനായി പറഞ്ഞു, നമ്മൾ എല്ലാവരും മരിക്കും. അതിന് ഹിങ്സൺ മറുപടി പറഞ്ഞു, നിർത്തു ഫ്രാങ്ക്, റൊസേലിനും എനിക്കും ഈ പടികൾ ഇറങ്ങാനാവുന്നുവെങ്കിൽ നിനക്കും കഴിയും. റൊസലിൻ്റെയും ഹിങ്സന്റെയും ഈ കൂട്ടുകെട്ട് മറ്റുള്ളവരെയും ശാന്തരാക്കാൻ സഹായിച്ചു. ഓരോ പടിയും ഇറങ്ങുമ്പോൾ റൊസേലിനോട് ഹിങ്സൺ പറഞ്ഞ പ്രോത്സാഹന വാക്കുകൾ എല്ലാവർക്കും ആത്മവിശ്വാസം നൽകി. ഒടുവിൽ ആ സംഘം പ്രധാന ലോബിയിലെത്തി. എന്നാൽ അപകടകരമായ അവശിഷ്ടങ്ങൾ, മരിച്ച ശരീരങ്ങൾ ഉൾപ്പെടെ അപ്പോഴും തെരുവിലേക്ക് മഴ പോലെ വീഴുന്നതിനാൽ പുറത്തേക്ക് പോകരുതെന്ന് അധികൃതർ ജനക്കൂട്ടത്തോട് നിർദ്ദേശിച്ചു. അതിനാൽ ഹിങ്സനും മറ്റുള്ളവരും സെൻട്രൽ കോംപ്ലക്സിലേക്ക് നീങ്ങി. പുറത്തു പോകാൻ മറ്റൊരു വഴി അവർ കണ്ടെത്തി. അവർ പുറത്തെത്തിയതിനു ശേഷമാണ് 9/11 ആക്രമണത്തിൽ വേൾഡ് ട്രേഡ് സെൻ്ററിന് സംഭവിച്ച നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ആ സംഘത്തിന് മനസ്സിലായത്. സൗത്ത് ടവറിലും നോർത്ത് ടവറിലും തീ പിടിച്ചിരിക്കുന്നത് ഫ്രാങ്ക് കണ്ടു. അപ്പോഴാണ് ഹിങ്സൺ അത് കേട്ടത്. ഒരു ചരക്ക് ട്രെയിനിൻ്റെയോ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയോ ശബ്ദം പോലെ ഒരു ഗർജനം. അത് സൗത്ത് ടവർ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ആയി. എല്ലാവരും തിരിഞ്ഞോടി. ആ കലാപത്തിനിടെ വഴി കണ്ടുപിടിക്കാൻ ഹിങ്സൺ റൊസേലിനെ ആശ്രയിക്കേണ്ടി വന്നു. പൊടിയും അവശിഷ്ടങ്ങളും അത്രയും കനത്തതായിരുന്നു. അത് അയാളുടെ തൊണ്ടയിലൂടെ ശ്വാസകോശത്തിലേക്ക് കടക്കുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. പെട്ടെന്ന് റൊസേൽ നടത്തം നിർത്തി. സുരക്ഷിതമല്ലാത്ത സാഹചര്യം നേരിടുമ്പോൾ ഇങ്ങനെ നടത്തം നിർത്താൻ ഗൈഡ് നായ്ക്കൾക്ക് പരിശീലനം നൽകിയിരുന്നു. അവർ നടത്തം നിർത്തിയ സ്ഥലത്ത് നിന്ന് മൈക്കിൾ ഹിങ്സൺ കൈനീട്ടി. അയാളുടെ കൈകൾ ഒരു കൈപ്പിടിയിൽ തൊട്ടു. റൊസേൽ അദ്ദേഹത്തെ ഒരു പടിക്കെട്ടിൻ്റെ മുകളിലേക്കാണ് നയിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായി. അത് ഒരു സബ്വേ സ്റ്റേഷനായിരുന്നു. അതിലേക്ക് കടന്നപ്പോൾ താഴെയുള്ള ശുദ്ധമായ വായുവിൽ ഹിങ്സന് ശ്വാസമുട്ടൽ മാറിക്കിട്ടി. ഹിങ്സനും റൊസേലും സബ്വേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നതിന് വെറും 10 മിനിറ്റുകൾക്ക് ശേഷം നോർത്ത് ടവർ ഇടിഞ്ഞു വീണു. പിന്നിൽ ഭീമമായ പൊടിക്കുമിളകളും അവശിഷ്ടങ്ങളും ഉയർന്നു. അപ്പോൾ അവിടേക്ക് ഓടിയെത്തിയ ഫ്രാങ്ക് പറഞ്ഞു, ദൈവമേ മൈക്ക്, ഇനി വേൾഡ് ട്രേഡ് സെൻ്റർ ഇല്ല. എനിക്ക് കാണാവുന്നത് 100 കണക്കിന് അടി ഉയരമുള്ള പുകത്തൂണുകൾ മാത്രം. ആ ദുരന്ത ദിനത്തിൽ ന്യൂജേഴ്സിയിലെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഉടനെ ഹിങ്സൺ റൊസേലിൻ്റെ ഹാർനസ് നീക്കി. ആശങ്കയിൽ തളർന്നു വീഴുന്നതിന് പകരം അവൾ തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടം കണ്ടുപിടിച്ച് അതുമായി കളിക്കാൻ തുടങ്ങി.
റൊസേൽ ഹിങ്സനെ ഗൈഡ് ചെയ്യുക എന്ന തൻ്റെ ജോലി വളരെ ഗൗരവമായി ഏറ്റെടുത്തിരുന്നു. അന്നേ ദിവസം അവൾ അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. 2002 അമേരിക്കൻ കെനൽ ക്ലബ് സർവീസ് നായ്ക്കളിലെ കെനൈൻ എക്സലൻസിനെ ആദരിക്കാൻ റൊസേലിന് ഒരു പുരസ്കാരം നൽകി. 2 വർഷങ്ങൾക്ക് ശേഷം ഒരു വെറ്റിനറി ഡോക്ടർ റൊസേലിന് ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ത്രോംബോസൈറ്റോപീനിയ എന്ന രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളെ ബാധിക്കുന്ന രോഗം നിർണയിച്ചു. 9/11 രക്ഷാപ്രവർത്തനത്തിനിടെ അവൾ നേരിട്ട വിഷവായു സാഹചര്യങ്ങളാണ് ഇതിന് കാരണമെന്ന് ഹിങ്സൺ വിശ്വസിക്കുന്നു. എങ്കിലും ധീരയായ റൊസേൽ തൻ്റെ സ്നേഹമുള്ള കുടുംബത്തിൻ്റെ പരിപാലനത്തിൽ പിന്നീട് 7 വർഷം കൂടി ജീവിച്ചു. ദുഃഖകരമായ കാര്യം എന്തെന്നാൽ 2011 ജൂൺ 26 റൊസേൽ സമാധാനത്തോടെ അന്തരിച്ചു. മൈക്കിൾ ഹിങ്സൺ അവളുടെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതുപോലെ. ജീവിതത്തിൽ നിരവധി ഗൈഡ് നായ്ക്കൾ ഹിങ്സന് ഉണ്ടായിരുന്നെങ്കിലും റൊസേലുമായി ഉണ്ടായിരുന്ന ബന്ധം എന്നും പ്രത്യേകമായിരുന്നു. എവിടേക്ക് പോകണം, എങ്ങനെ എത്തണം എന്നത് ഹിങ്സന്റെ ഉത്തരവാദിത്തമായിരുന്നു. അവിടെ സുരക്ഷിതമായി എത്തിക്കുക എന്നത് റൊസേലിൻ്റെ ജോലിയുമായിരുന്നു. 9/11 ശേഷം അദ്ദേഹം അവളുടെ ഹാർനസ് ഒരിക്കലും വിട്ടിട്ടില്ല. അവളും ഒരിക്കലും തളർന്നില്ല. ലോകം ആ ദിവസം ഇരുണ്ടുപോയി. പുക നിറഞ്ഞ ആകാശം, ഓടുന്ന ജനങ്ങൾ, തകർന്ന സ്വപ്നങ്ങൾ. ആ കലഹത്തിനിടയിൽ വീരത പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. തിരിച്ചു വരുമോ എന്ന് അറിയാതെ മുകളിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഓടിയ അഗ്നിശമന സേനാക്കാർ, അപരിചിതരെ പിടിച്ച് പുറത്തേക്ക് നയിച്ച സാധാരണ മനുഷ്യർ, ഭയത്തേക്കാൾ വലുതായി മാറിയ ധൈര്യം. പക്ഷേ ആ ദിനത്തിലെ ഏറ്റവും ശാന്തമായ വീര സംസാരിച്ചില്ല, പ്രശംസ തേടിയില്ല. അവൾ തൻ്റെ ജോലി ചെയ്തു. ഒരു മഞ്ഞ ലാബ്രഡോർ റൊസേൽ. പുക നിറഞ്ഞ സ്റ്റെയർവെല്ലിലൂടെ, കുലുങ്ങുന്ന കെട്ടിടത്തിനുള്ളിലൂടെ 78 നിലകൾ ഒന്നൊന്നായി തൻ്റെ കൂട്ടുകാരനെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾക്ക് അതൊരു അത്ഭുതമല്ലായിരുന്നു, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയായിരുന്നു. ചിലപ്പോൾ ഏറ്റവും വലിയ ഹീറോകൾ കേപ്പ് ധരിക്കാറില്ല. അവർ നിശബ്ദമായി നടക്കും, 4 കാലുകളിൽ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകൾക്കായി പ്ലീസ് ഫോളോ ജെഫ് സ്റ്റോറീസ് ഓൺ യൂട്യൂബ്.